എന്തുകൊണ്ടാണ് നമ്മളുടെ ഇന്ത്യൻ സ്റ്റുഡൻസിന് UK എന്ന് കേൾക്കുമ്പോൾ ഇത്ര താല്പര്യം? കുറച്ച് എലീറ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ നമ്മൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് നഴ്സിംഗ്. അതെ, ഏത് +2 സയൻസ് പഠിച്ച കുട്ടി, കൊമേഴ്സ് പഠിച്ച കുട്ടി വരെ ചോദിക്കുന്നുണ്ട്, ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടി വരെ ചോദിച്ചു ഞങ്ങൾക്ക് ഇതൊരു ജോബ് എന്ന് പറയാൻ പോലും പറ്റാത്ത ഒരു സർവീസ് സെക്ടറിൽ വരുന്ന ഒരു സാധനമാണ്. മണി മേക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയേ അല്ല നഴ്സിംഗ്, തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ സ്റ്റുഡൻസിന് മാത്രം എന്താ കെയർ ഹോം, അതല്ലാന്നുണ്ടെങ്കിൽ പാക്കിംഗ്. ഇന്ത്യയിൽ വന്നിട്ട് ഈ പറയുന്ന പിള്ളേർ കെയർ ഹോമിൽ വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഈ കെയർ ഹോമിലൊക്കെ പോകുന്ന കുറേ പേര് ലീഗലി അല്ല അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുന്നത്. അതായത് രജിസ്റ്റേർഡ് ആയിട്ട് ഇവർക്ക് ക്യാഷായിട്ട് ഇൻഹാൻഡ് ക്യാഷായിട്ട് കൊടുത്ത് ഇല്ലീഗൽ അവേഴ്സ് ആണ് കൂടുതലും ചെയ്യുന്നത്. നമ്മളെ സ്റ്റുഡൻസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഫൈനാൻഷ്യൽ മിസ്റ്റേക്ക്, നമ്മൾ ഇന്നൊരു സ്ഥലം, ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു സിറ്റി ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഡെമോഗ്രാഫിക്കിനെ കുറിച്ച് മനസ്സിലാക്കണം. സ്റ്റുഡൻറ്റ് പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് അവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടണം എന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവർ ജോലി നോക്കി തുടങ്ങുന്നത് സീരിയസ് ആയിട്ട് എൻഡ് ഓഫ് ദി ഇയർ ആയിരിക്കും. ലാസ്റ്റത്തെ മന്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഒരു ഫുൾ ടൈം ജോലി എന്നുള്ളത് ഇറ്റ്സ് നോട്ട് വയബിൾ. ഹലോ ഗായ്സ്, ഇന്ന് ഗ്രാജുവേറ്റർ ഒരു പുതിയ പോഡ്കാസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് അതിഥിയായിട്ടുള്ളത് നീരജ മാം ആണ്. നീരജ മാം ഒരു മലയാളിയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ആംഗ്ലയുടെ സൗത്ത് ഏഷ്യൻ ഓഫീസിൽ നിന്ന് നമുക്കൊരു മലയാളിയെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എല്ലാ ഡൗട്ട്സും നമ്മൾ മലയാളത്തിലാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി സബ് ടൈറ്റിൽ ഇല്ലാതെ നമുക്ക് യൂണിവേഴ്സിറ്റി ഡെലിഗേറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായും ശക്തമായിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. ഓക്കെ, ഹായ് മാം. ഹലോ. മാമിനെ കുറിച്ചിട്ട് ഒരു ചെറിയ ഇൻട്രോ തരൂ. എൻ്റെ പേര് നീരജ. അപ്പോൾ എൻ്റെ വീട് കൊല്ലത്താണ്. കറകളഞ്ഞ മലയാളിയാണ്. അപ്പോൾ ഞാൻ എങ്ങനെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് പഠിച്ചത് BA ഇൻ്റർനാഷണൽ റിലേഷൻസ് ആയിരുന്നു, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അതിനുശേഷം എൻ്റെ മാസ്റ്റേഴ്സിന് MA ഡിപ്ലോമസി ലോ ആൻഡ് ബിസിനസ് ഞാൻ ഹരിയാനയിലുള്ള OP ജിന്ദൽ യൂണിവേഴ്സിറ്റിയിലായിരുന്നു പഠിച്ചത്. അപ്പോൾ എൻ്റെ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് തന്നെ ഇൻ്റർനാഷണൽ റിലേഷൻസ് ആണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. കാരണം എഗെയിൻ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. അതുപോലെ തന്നെ കുട്ടികൾ കൂടുതൽ ഇന്ത്യയിലുള്ള ഓപ്പർച്യൂണിറ്റീസിനേക്കാൾ ഉപരിയായി പുറത്തേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു അരീനയാണ്. അപ്പോൾ ഞാൻ ആദ്യം യൂണിവേഴ്സിറ്റി ഓഫ് ലിവർപൂളിൽ ഏകദേശം 2 വർഷത്തോളം വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ആംഗ്ലയിലേക്ക് മാറിയത്. ഞാനിപ്പോൾ ഇൻ്റർനാഷണൽ ഓഫീസർ ആണ്. ആൻഡ് ഞാൻ ടേക്ക് കെയർ ചെയ്യുന്നത് സൗത്ത് ഇന്ത്യ, ശ്രീലങ്ക. ഇതാണ് എൻ്റെ മാർക്കറ്റ്. ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്ന ഈ റീജിയൻസിലുള്ള കുട്ടികളെ അവരുടെ ഫുൾ അക്കാഡമിക് ജേർണിയിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ റോൾ. ഓക്കെ. അപ്പോൾ സ്റ്റുഡൻസിന് മെൻറ്ററാണ് നമ്മൾ സൗത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിലെല്ലാം ഒരു കൈത്താങ്ങ് വേണമല്ലോ. എന്ത് ഡൗട്ട് ചോദിച്ചാലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇമ്മീഡിയറ്റ്ലി ഒരു ആൻസർ എന്നുള്ള നിലയ്ക്ക് ഒരു മീഡിയേറ്ററാണ്. ഈസ്റ്റ് ആംഗ്ലയിൽ നിന്ന് ഇനി അപ്ലിക്കേഷൻ ഇടുന്ന സ്റ്റുഡൻസിന് മലയാളത്തിൽ സംസാരിക്കാൻ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, എന്തുകൊണ്ട് ഓഫർ ലെറ്റർ ലേറ്റ് ആയി, എന്തുകൊണ്ട് ക്യാഷ് വരുന്നില്ല, വിസയ്ക്ക് പ്രശ്നങ്ങളുള്ളതെങ്കിൽ നമുക്ക് മലയാളത്തിൽ ചോദിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. വിസേൻ്റെ ഓപ്ഷൻ പക്ഷേ നമ്മൾ UKVAനോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമില്ല, ക്യാഷ് വരെയല്ലേ ബുദ്ധിമുട്ടുണ്ട്. UKയുടെ കേസിൽ നമുക്ക് ക്യാഷ്, പിന്നെ ഇൻ്റർവ്യൂ. പക്ഷെ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഇൻ്റർവ്യൂ ഒന്നും, എനിക്ക് ഒരു സ്റ്റുഡൻറ്റ് പോലും ഇതുമായിട്ട് ഇൻ്റർവ്യൂ തോറ്റിട്ടില്ല. ഞാനും എല്ലാവരും തോക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനും എൻ്റെ സ്റ്റുഡൻ്റ് എന്താ തോക്കാത്ത ഒരു കുട്ടി പോലും. ഇറ്റ്സ് സംതിങ്. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ChatGPT, ജെമിനായി പോലുള്ള ഓപ്ഷൻസ് വന്നു കഴിഞ്ഞിട്ട് ഈ ഇൻ്റർവ്യൂസിന് തോക്കുന്ന പിള്ളേരുടെ എണ്ണവും കുറച്ച് കൂടിയിട്ടുണ്ട്. കാരണം മെയിൻ റീസൺ എന്ന് പറയുന്നത് ChatGPTയിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ അടിച്ചു കൊടുത്താൽ ആദ്യം വരുന്ന പേജുകളിലുള്ള ഒരു സമ്മറി എന്ന നിലയ്ക്ക് അതൊരു സെറ്റ് ഓഫ് ആൻസേഴ്സ് തരും. പക്ഷേ പലപ്പോഴും കുട്ടികൾക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ ഇവർ ഫാക്ട് ചെക്ക് ചെയ്യില്ല. യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ കോഴ്സ് പേജിൽ പോയിട്ട് എന്താണ് ഡിഫറൻസ് എന്നുള്ളത് നോക്കില്ല. അപ്പോൾ ChatGPTൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇപ്പോൾ അല്ലാതുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ്സിൽ വരുന്ന ഫാക്ട്സും കാണും, വിച്ച് മേ നോട്ട് ബി ട്രൂ. അപ്പം അങ്ങനെ ഒരു ക്ലാഷ് വന്നിട്ട് ഇൻ്റർവ്യൂ ഫെയിൽ ആവുന്ന കുറച്ച് കുട്ടികളുടെ എണ്ണം ആക്ച്വലി കൂടിയിട്ടുണ്ട് ഈ ഒരു ലാസ്റ്റ് ഒരു 1 ഇയറിൽ. ഓക്കെ. ഇപ്പോഴും നമുക്ക് സ്റ്റുഡൻസ് ഒന്നും ഞങ്ങളുടെ ഇൻ്റർവ്യൂ ടീം ട്രെയിനിങ് കൊടുക്കുന്ന ടീമൊക്കെ കിടിലാണ്. അപ്പോൾ ഗ്രാജുവേറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതുവരെയായിട്ട് നമുക്ക് സിംഗിൾ റിജക്ഷൻ ഇല്ല.
അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളുടെ ഇന്ത്യൻ സ്റ്റുഡൻസിന് യു കെ എന്ന് കേൾക്കുമ്പോൾ ഇത്ര താല്പര്യം? അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. നമ്മൾ ഗാന്ധിജി വരെ പഠിച്ചത് യു കെയിലാണെന്നാണ് പറയുന്നത്. നമ്മുടെ ഒരുമാതിരി എല്ലാ ലീഡേഴ്സും പഠിച്ചത് യു കെയിലാണ്. യെസ്, അതായത് ഫൈനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് ഒരു സ്ട്രക്ചേർഡ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരുവിധ ആൾക്കാരെല്ലാവരും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ IAS എടുക്കുന്ന പറയുന്ന പോലെ തന്നെയായിരുന്നു അവർക്ക് യു കെയിൽ. അത് അവരൊരു എന്തായിരുന്നു എന്താ പറയുക, യെസ്, യു കെയിൽ പോയി പഠിച്ചത് എന്ന് പറയുന്നത്. വൈ അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ. ഇപ്പോൾ പക്ഷേ കോമൺ ആയിട്ട് ആർക്കും വേണമെങ്കിലും പഠിക്കാൻ പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വന്നു. കാരണം അതിൻ്റെ നോളജ് ഉണ്ടായിരുന്നില്ല. ഇത് മനസ്സിലായോ? അങ്ങനെ ഒരു നോളജ് ഉണ്ടായിരുന്നില്ല. മുന്നേ നമ്മൾ ഇന്റർവ്യൂ കാണുമ്പോൾ ദുൽഖറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ മെക്ഡിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് യു കെയിൽ, അന്നൊന്നും അവിടെ ആരും കാണുന്നുണ്ടായിരുന്നില്ല. മനസ്സിലായോ? അപ്പോൾ എനിക്ക് തോന്നുന്നു അറ്റ് ദിസ് പോയിന്റ് യു കെ എന്ന് പറയുമ്പോൾ നമുക്കൊരു സെൻസ് ഓഫ് ഫെമിലിയാരിറ്റി ഉണ്ട്. ഇപ്പം ഗാന്ധിജി ഉൾപ്പെടെ ഇപ്പം ജവഹർലാൽ നെഹ്റു ആ ഒരു കാറ്റഗറി തൊട്ടുള്ള ആൾക്കാരെ നമ്മൾ നോക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ ഇന്ത്യയുടെ കൊളോണിയൽ പാസ്റ്റിനെ കുറിച്ച് കൂടെ ചിന്തിക്കണം. അപ്പോൾ അതൊരു എന്താ പറയുന്ന ഒരു നോ ബ്രെയിനർ ആശയമായിരുന്നു. അതായത് കാരണം ആ സമയത്ത് ഇന്ത്യ ഭരിക്കുന്ന ആൾക്കാരെല്ലാം യു കെയിൽ അല്ലെങ്കിൽ ബ്രിട്ടനിൽ പഠിച്ചിട്ട് വന്ന ആൾക്കാരാണ്. അപ്പം ആ ഒരു ലെവലിലേക്ക് അത്രയും ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്ത് എഗെയിൻ ഫിനാൻഷ്യലി ആ കാലത്ത് ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാർ അതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തത്. അപ്പോൾ കുറച്ച് ടെക്നിക്കലി അക്കാഡമിക്കലി പറയുമ്പോൾ ഇപ്പോഴും നമ്മളുടെ ഉള്ളിൽ ആ ഒരു കൊളോണിയൽ പാസ്റ്റിൻ്റെയും അത് എന്താ പറയുന്നത് ജനറേഷൻസ് ആയിട്ട് ഷെയർ ചെയ്ത് വരുന്ന ഒരു പാസ്റ്റിൻ്റെ കുറച്ചൊക്കെ നമ്മളുടെ ഒരു സൈക്കിളും ഉണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് യു കെ എന്ന് പറയുമ്പം കുറച്ച് എലീറ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു കണ്ടംപററി സമയത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള അതായത് കുറച്ച് ഡെവലപ്ഡ് കൺട്രീസ് നോക്കിക്കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ വൈസ് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ളൊരു കൺട്രി യു കെ ആണ്. ഏതൊരു സ്റ്റുഡൻറ്റിനാണെങ്കിലും റെലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, ഫണ്ടിങ് കറക്റ്റാണ്, അക്കാഡമിക്സ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസിലി അവർക്ക് യു കെയിൽ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിലേക്കാണെങ്കിലും ദേ ഹാവ് ദി ചാൻസ് ടു കൈൻഡ് ഓഫ് ഗോ ഫോർ ഇറ്റ്. പക്ഷേ ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ നോക്കുമ്പോൾ ഒരുപാട് പ്രൊസീജിയേഴ്സ് കൂടുതലാണ്. ഓസ്ട്രേലിയ ആണെന്നുണ്ടെങ്കിലോ കിട്ടത്തില്ല. അതായത് ഓസ്ട്രേലിയയുടെ കേസിൽ അവർ ഫൈനാൻഷ്യലി ഓക്കെ ആണോ എന്ന് 100% ഉറപ്പ് വരുത്തിയിട്ട് അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഉള്ളൂ. നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല സ്റ്റുഡൻസിന്. അതായത് ഇപ്പോൾ ഡോക്യുമെന്റ്സ് ഓക്കെയാണ്, ഇപ്പോൾ അവർ ITR ഫയൽ ചെയ്തിട്ടുണ്ട്, ഇതൊന്നും ചിലപ്പോൾ അവരൊരു കാരണം പറയില്ല, ഞങ്ങൾക്ക് ഇഷ്ടമായില്ല എന്ന് പറയും. US കാര്യം പിന്നെ പറയണ്ടല്ലോ. ജർമ്മൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ലാംഗ്വേജ് ബാരിയർ ഉണ്ട്, പറ്റത്തില്ല. നമ്മൾ പരിചയമില്ലാത്തൊരു ലാംഗ്വേജ് നമ്മൾ ഒന്നിനും തുടങ്ങുക. പിന്നെ ഫ്രാൻസ് ഉണ്ട്, വളരെ ചുരുക്കം ഇൻസ്റ്റിറ്റ്യൂഷൻസേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ യൂറോപ്പിൽ കുറെ കൂടെ ഒക്കെ ഓപ്പൺ അപ്പ് ആയല്ലോ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ. പക്ഷെ നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ അവരും കുറച്ചൊരു യു കെനെ നോക്കിക്കണ്ട് യു കെയുടെ ഒരു എക്സ്പീരിയൻസ് കണ്ടിട്ട് ഒരു എക്സ്റ്റൻഷൻ പോലെ സ്റ്റാർട്ട് ചെയ്തതാണ്. ആ ഒരു എക്കോസിസ്റ്റം വർക്ക് ആയിട്ടില്ല. പോകുന്ന പിള്ളേർക്കും സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഇപ്പോൾ വരുന്നവരെ മാനേജ് ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇവരെ പ്രശ്നങ്ങൾ ഇപ്പോൾ യു കെയുടെ കേസ് എന്ന് പറയുമ്പോൾ ഇത്രയും വർഷത്തെ കേസ് സ്റ്റഡി ഉണ്ടല്ലോ അവർ. മനസ്സിലായോ? നമ്മുടെ കൾച്ചർ എന്താണെന്നറിയാം, നമ്മളുടെ ഫുഡ് മെയിൻ കാരണമല്ലേ. നമ്മളുടെ എന്താ അവിടെ കിട്ടാത്ത, അരി വേണോ പഴം വേണോ. പിന്നെ അക്കാഡമിക്കലി മാത്രമല്ല ജോലിക്കായിട്ട് പോയത് തന്നെ വലിയൊരു ശതമാനം പോപ്പുലേഷൻ അവിടെ ഉണ്ട്. മെഡിക്കൽ ഇൻഡസ്ട്രിയിലും എന്തുകൊണ്ട് നഴ്സിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ മലയാളികളെ മാറ്റി നിർത്തിയിട്ട് ഒരു രാജ്യത്തിനെയും നമുക്കത് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് യു കെയിൽ NHS-നാണെങ്കിലും ഇന്ത്യയിൽ പല സ്ഥാപനങ്ങളുമായിട്ടും ഈവൻ എസ്പെഷ്യലി കേരളത്തിലെ പല സ്ഥാപനങ്ങളുമായിട്ടും ഒരുപാട് കണക്ഷൻസ് ഉണ്ടായിരുന്നു. അവർ ഡയറക്റ്റ്ലി കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ടൈസ് എന്ന് പറയുന്നതും യു കെ ആയിട്ട് ഭയങ്കര സ്ട്രോങ് ആണ്. അവിടെ എന്താ നഴ്സിംഗ് പഠിപ്പിക്കുന്ന പിള്ളേരില്ലാഞ്ഞിട്ടാണോ അതോ അവിടെ ഇത്രയധികം നഴ്സുമാരെ ഇവർക്ക് പുറത്തുനിന്ന് അക്വയർ ചെയ്യേണ്ടി വന്നേ? കാരണം അവർക്ക് ആ വേണ്ടുന്നത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ് ഔട്ട് ആകുന്നില്ലായിരുന്നു. അവിടെ ഒരു ഷോർട്ടേജ്, ഒരു മാൻ പവറിന്റെ ഷോർട്ടേജ് വരുന്നതാണ് മെയിൻ കാരണം. കറന്റ്ലി അവരത് മാനേജ് ചെയ്യാൻ നോക്കുന്നുണ്ടോ? മാനേജ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കറന്റ്ലി ആ നേരത്തെ എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് അല്ലാണ്ട് ജോലിക്കായിട്ട് തന്നെ നഴ്സുമാരായിട്ട് ജോലി ചെയ്യാനായിട്ട് തന്നെ റിക്രൂട്ട്മെന്റ് ഭയങ്കര കൂടുതലായിരുന്നു. അതിപ്പം ഭയങ്കര ഡിമ്മായിട്ടുണ്ട്, ഏറെക്കുറെ ഇല്ലെന്ന് തന്നെ പറയാം. അതെ, പകരം അവിടെ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ട്, അതായത് ഇപ്പം നഴ്സിംഗിന്റെ തന്നെ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ച് രജിസ്റ്റർ ചെയ്ത്
അപ്പോൾ ആ ഒരു റൂട്ടാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്, വിച്ച് ഇൻഡിക്കേറ്റ്സ് അതായത് പണ്ടത്തെ അത്രയും ഒരു ഡിഫറൻസ് ഇപ്പോൾ ഇല്ല ഓഫ് നീഡ് ആൻഡ് വാട്ട് ദേ ഹാവ്. ഇപ്പോൾ അതേപോലെ നമ്മൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് നഴ്സിംഗ്. അതെ, ഏത് +2 സയൻസ് പഠിച്ച കുട്ടി, കൊമേഴ്സ് പഠിച്ച കുട്ടി വരെ ചോദിക്കുന്നുണ്ട്, ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടി വരെ ചോദിച്ചു ഞങ്ങൾക്ക് നഴ്സിംഗ് കിട്ടത്തില്ല, എല്ലാവർക്കും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതൊരു ജോബ് എന്ന് പറയാൻ പോലും പറ്റാത്ത ഒരു സർവീസ് സെക്ടറിൽ വരുന്ന ഒരു സാധനമാണ്. അതത്രയും താല്പര്യം ഇല്ലാതൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇത് ട്രെൻഡാണ് ഇവിടെ കേരളത്തിൽ. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടോ, ഈസ്റ്റ് ആംഗ്ലയിൽ ഉണ്ടോ നഴ്സിംഗ് ഉണ്ടോ, കിട്ടുമോ പിള്ളേർ? എത്ര സീറ്റ്സ് ഉണ്ട്? സീറ്റ്സ് അങ്ങനെ സ്പെസിഫൈഡ് ആയിട്ട് ഇത്ര സീറ്റ്സ് എന്ന് പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ നമ്പേഴ്സ് ഒന്നുമില്ല അങ്ങനെ നമ്മൾ അത്രയും സ്പെസിഫിക് ആയിട്ട് പറയാറില്ല. യൂഷ്വലി ഏതെങ്കിലും കോഴ്സ് ഓവർ സബ്സ്ക്രൈബ് ആയാലും നമ്മൾ റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലാതെ ആപ്ലിക്കേഷൻസിൽ ഒരു കൗണ്ട് വെക്കും. അതെ, എന്നിട്ട് അതിൽ നിന്ന് എക്സാക്ട്ലി. കാരണം ഇന്നൊരു നമ്പർ എന്ന് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ലാസ്റ്റ് മിനിറ്റ് വരെ ഇത്രയും രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ പക്ഷേ അതാണ് അടുത്ത പ്രശ്നം. ഇവിടെ പോപ്പുലേഷൻ കുറവാണ്, കേസസ് കുറവാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലത്തെ കേസസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ മൊത്തം പബ്ലിക്കാണ്, പ്രൈവറ്റിന് യാതൊരുവിധ റോളും ഇല്ലാത്ത. ഇവര് ക്വാളിറ്റി നോക്കുന്നുണ്ട് ഓഫ് കോഴ്സ്. ഇപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിൻ്റെയും അവരുടേതായിട്ടുള്ള എൻട്രി റിക്വയർമെൻറ്റ്സ് കാണും. ഇപ്പം ഞങ്ങളുടെ എൻട്രി റിക്വയർമെൻറ്റ്സ് ആണെങ്കിലും ഒരു 70-75% മുകളിൽ മാർക്ക് ഉണ്ടെങ്കിലേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കേരളത്തിൽ എനിക്ക് തോന്നുന്നു സയൻസ് പഠിച്ച് പറഞ്ഞ് പാസ് ഔട്ട് ആവുന്ന എല്ലാ സ്റ്റുഡൻസും 75 ഉണ്ട്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സ്റ്റുഡൻസിന് അക്കാഡമിക് ഇന്റർവ്യൂ ഉണ്ട്. അതായത് പ്രൊഫസേഴ്സ് തന്നെ ആയിരിക്കും അവരുടെ ഇന്റർവ്യൂ എടുക്കുന്നത്. അപ്പം ആ ഒരു ആപ്റ്റിറ്റ്യൂഡും കൂടെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. കാരണം എഗെയിൻ ഇതൊരു സർവീസ് ഇൻഡസ്ട്രി തന്നെയാണ് ബേസിക്കലി. അതിനോടൊരു താല്പര്യമില്ലാതെ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. നമുക്ക് അങ്ങനെ ടൈം ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും പറയാൻ പറ്റിക്കോണമെന്നില്ല. അതായത് നോർമൽ സ്റ്റേജിൽ ഓക്കെയാണ്. വല്ല പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു വാറോ കോവിഡ് തന്നെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. അത് മാത്രമല്ല എഗെയിൻ മറ്റു പല ജോലികളിലും ആൾക്കാരുടെ ജീവനെയും ആൾക്കാരുടെ ഹെൽത്തും ഒന്നും എന്താ പറയുന്ന റിസ്കിലല്ല. അത് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് അതായത് ബാക്കിയുള്ള ഒരു ബിസിനസ് തുടങ്ങുന്ന പോലെയോ മനസ്സിലായോ, ഒരു മാനേജർ ജോബ് നോക്കുന്ന ഒരു HR ജോബ് നോക്കുന്ന പോലെയോ ഒരു മണി മേക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയേ അല്ല നഴ്സിംഗ്. തെറ്റിദ്ധരിക്കരുത്. പിള്ളേരൊക്കെ വന്ന് ചോദിക്കുമ്പോൾ പാരൻസ്, അതായത് ഞാനൊക്കെ പഠിക്കുമ്പോൾ 2012 ഞാൻ +2 പാസ് ഔട്ട് ആവുന്നത്. അന്നെന്ന് പറയുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ 60 സ്റ്റുഡൻസ് ഉള്ളത്. സയൻസിൽ 2 ബാച്ച് ഉണ്ട്, ഒരു ബാച്ചിൽ 60 സ്റ്റുഡൻസ്. ഞങ്ങൾ 48 പേരും പോയത് എഞ്ചിനീയറിങ്ങിനാണ്. മനസ്സിലായിട്ടെ, 2 MBBS ഉണ്ട്. അത് പിന്നെ കിട്ടാഞ്ഞിട്ടാണ്, നമുക്ക് സീറ്റ്സ് ഇല്ലല്ലോ, ആകെ 3000 സീറ്റ്സ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇല്ല, അപ്പോൾ അത് കിട്ടാഞ്ഞിട്ടാന്ന് പറയാം. പിന്നെ ഒരു 2 BDS മറ്റോ ഉണ്ട്. പിന്നെ ബാക്കിയൊക്കെ ബാച്ചിലർ, BCA, BSc കോഴ്സുകൾ അങ്ങനെയാണ് പോയത്. 60 സ്റ്റുഡൻസിൽ 48 സ്റ്റുഡൻസ്. എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ 3 പേരുണ്ടാവും. വെറും അവരെ എനിക്ക് സന്തോഷം കൊണ്ട് ഞാൻ അവരെ എപ്പോഴും വിളിക്കും. മനസ്സിലായി, സന്തോഷം കൊണ്ട് ഞാൻ ഇപ്പോഴും മെസ്സേജ് അയക്കും. അവർ നമുക്ക് സന്തോഷമല്ലേ. ഞാൻ എന്തിനാ എൻജിനീയറിംഗ് എടുത്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അല്ല, ആ ഒരു സമയത്തെ ട്രെൻഡ് അതായിരുന്നു, ഐദർ മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്. അന്ന് ഇത്രയും ആക്സസിബിലിറ്റി ഇല്ലല്ലോ നമുക്കിതൊന്നും അറിയാനോ കാര്യങ്ങളോ ഇത് ട്രെൻഡാണെന്ന് മനസ്സിലാക്കാനോ. പക്ഷെ ഇപ്പോഴത്തെ അങ്ങനെയല്ല നമുക്ക്. ഓഫ് കോഴ്സ്. പിന്നെ അത് മാത്രമല്ല, പേരൻസിന്റെ ഒരു മൈൻഡ് സെറ്റും ആ സമയത്ത് അതായിരുന്നു. ഇപ്പോൾ അതാണ്, ഇപ്പോൾ നഴ്സിംഗ് ആണ് മൈൻഡ് സെറ്റ്. ഇപ്പോൾ കാരണം ഇപ്പോഴെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ 2014 പാസ് ഔട്ടാണ്. എൻ്റെ കൂടെ പഠിച്ച നഴ്സിംഗ് പഠിച്ച എൻ്റെ ഫ്രണ്ട്സിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരും പല രാജ്യങ്ങളിൽ സെറ്റിൽഡ് ആണ്, വെൽ സെറ്റിൽഡ് ആണ്. അതാണ് അടുത്ത കൗണ്ട്. ഞാനൊരു കൗണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് 2030 വരെ നമുക്ക് വേണ്ട, വേൾഡിന് വേണ്ട നഴ്സുമാരെ എണ്ണം എന്ന് പറയുമ്പോൾ 8 മില്യൺ, 80 ലക്ഷം നഴ്സുമാരെ മതി നമുക്ക്. അതിൽ 3 മില്യൺ വേണ്ടത് ഇന്ത്യക്കാണ്. മനസ്സിലായോ? ഇവിടെ ആകെ 40,000 സാലറി ഉള്ളൂ. മനസ്സിലായോ? ഇവർ മനസ്സിലാക്കണമല്ലോ സ്റ്റുഡൻസ്. അത് ഇതൊന്നും നോക്കുന്നില്ല. അത് അത്രയും മാസീവായിട്ട്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ മലപ്പുറത്ത് ഒരു 10 കിലോമീറ്ററിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ 3 സ്ട്രീമൊക്കെ മെക്കാനിക്കൽ ഉണ്ടായിരുന്നു. സംഗതി ഞങ്ങളുടെ ബാച്ചിലർ കോഴ്സിലുള്ള സ്റ്റുഡൻസ് മെക്കാനിക്കൽ പഠിക്കാൻ പോയത് ഈ വണ്ടി താല്പര്യമാണ്.
മനസ്സിലായോ? മനസ്സിലായി. ഇത് വേറെ, അത് ഓട്ടോമൊബൈലായിരുന്നു. മനസ്സിലായോ? മെഷീൻ അപ്പോൾ അത്രയും അത് ട്രെൻഡാണ്, കുട്ടികളുടെ താല്പര്യമൊന്നല്ല അപ്പോൾ നോക്കുന്നത്. അതെ. അപ്പോൾ അത് കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? എന്നാൽ അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നില്ല. അത് ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ഈ ഞാനും ഇപ്പം നോക്കുന്ന സമയത്തൊക്കെ +2 കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് നമുക്കൊരു അറിവും ഇല്ല, എവിടെ നോക്കണം എന്നറിയില്ല. ഇങ്ങനെ വഴിയെ പോകുമ്പോൾ തിരുവനന്തപുരത്തൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസീസിൻ്റെ ബോർഡ് കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ ഒരുപാട് പൈസ വാങ്ങി ചെയ്യുന്നതായിരിക്കും എന്നൊരു നമുക്കൊരു ഇൻഫർമേഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അവരെ ഈവൻ അപ്രോച്ച് ചെയ്യാനാണെങ്കിൽ തന്നെ നമുക്കൊരു ഇവർ പറ്റിക്കില്ലേ അങ്ങനൊരു ചിന്താഗതിയായിരുന്നു. അത് ഞാനൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പെണ്ണ് കിട്ടൂല. അതായത് മലപ്പുറത്തുനിന്ന് നമ്മളൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് കിട്ടില്ല. മനസ്സിലായോ? യെസ്, ആ ഒരു ഇൻഡസ്ട്രി ഇപ്പോൾ വല്ലാണ്ട് മാറി. ഇപ്പോൾ ഭയങ്കര ഫെയിമുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. എല്ലാവരും BM-ലും പെൻസിലൊക്കെയാണ് നടക്കുന്നത്. എന്നാൽ അതായത് റൂൾസ് കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയി. മനസ്സിലായോ? ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ പൊക്കും. മനസ്സിലായോ? അത് കേട്ടപ്പോഴാണ് ഞാൻ ഇപ്പോൾ അടുത്ത് വൈഫ് അഡ്വക്കേറ്റാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് വന്നൊരു കേസാണ്. വിസ വന്നു. വിസ ജോബ് വിസയാണ്. ചെക്ക് റിപ്പബ്ലിക്കോ മറ്റോ ആണ്. ഇപ്പോൾ അങ്ങനെയുണ്ടല്ലോ കുറേ. 3 ലക്ഷം പാസ്പോർട്ടിൽ പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എമിഗ്രേഷനിൽ പോയപ്പോൾ കളർ പ്രിന്റാ. പാസ്പോർട്ട് വാങ്ങി കളർ പ്രിന്റ് അടിച്ചു കൊടുത്തേക്കുവാ. ഇവര് കോൺസുലേറ്റ് വഴിയല്ലേ ഇതൊക്കെ? അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ഒരു നല്ല കളർ പ്രിന്റർ വാങ്ങി ഇവർ പാസ്പോർട്ടിൽ കളർ പ്രിന്റ് ചെയ്ത് കൊടുത്തു. പിള്ളേരുന്ന് കാശ് വാങ്ങി. ഇങ്ങനെയൊക്കെയാണ്. സ്കാമിങ് ഒരുപാട് ഉള്ളൊരു മേഖലയാണിത്. 2 ലക്ഷം രൂപക്ക് വിസ കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ അത് 2 ലക്ഷം രൂപ സാലറി. അത് സ്കില്ലും വേണ്ട കേട്ടോ, സ്കില്ലൊന്നും വേണ്ട, കാശ് മാത്രം മതി. ഈ ചെക്ക് റിപ്പബ്ലിക്കിലും ഇപ്പം മാൾട്ട, ലിത്വേനിയ ഇങ്ങനത്തെ പല രാജ്യങ്ങളിൽ പോയാലും ഈ വിചാരിക്കുന്ന അത്ര സാലറി ഒക്കെ ജോലിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ പല സ്ഥലത്ത് ഇന്ത്യനേക്കാളും മോശം ആണ്. പിന്നെ ഭാഷ അറിയണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടുന്ന സ്കിൽസ് വേണം. ഇതൊന്നും ഇല്ലാണ്ട് ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഫാസിനേഷൻ എന്ന് പറയുന്നത് ഷെങ്കൻ വിസ, യൂറോപ്പിലേക്ക് എൻട്രി, ആ ഒരു ലൈഫ് സ്റ്റൈൽ കാണുക, തിരിച്ചു വരിക, ഇതിനായിട്ട് മാത്രമാണ് ഞാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു പോപ്പുലേഷൻ ഭയങ്കരമായിട്ടൊന്ന് ബൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അതറിയാതെ വീട്ടിലൊക്കെ കലാപം ഉണ്ടാക്കി പോകുന്ന കുട്ടികളുണ്ട്. മനസ്സിലായോ? ഒന്നും അറിയാതെ. അതായത് 18 വയസ്സായിട്ടുള്ള കുട്ടികളെ ഹോസ്റ്റൽ വേണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്ത് നിർത്തിയേക്കുക. ഏതാ കൺട്രി? ശരിയാ, ഒരുപാട് സെക്യൂരിറ്റി റിസ്കുകളും ഉണ്ട്. അതായത് ഇംഗ്ലീഷ് പറയുന്ന കൺട്രി പോലും ഇല്ല. മനസ്സിലായോ? നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂണിവേഴ്സിറ്റിയിൽ 5 ആളുള്ളൂ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പാരൻസും കൂടെ ഒന്ന് അവെയർ ആവണം. ഡ്യൂ ഡിലിജൻസ് ചെയ്തേ പറ്റുള്ളൂ. അത് പേരൻസ് ആണെങ്കിലും അതെ, സ്റ്റുഡൻസ് ആണെങ്കിലും അതെ. കാരണം ഇപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ ആക്സസ് ഇല്ലായ്മയില്ല. ഫോൺ എടുത്ത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടാത്ത ഒരു ഇൻഫർമേഷനും ഇപ്പം ഇല്ല. പക്ഷെ അത് ഇരിക്കുക, കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. 18 വയസ്സായിട്ടുള്ള സ്റ്റുഡൻറ്റിന് അത് ഒരു ഫാൻറ്റസി ആവും ചിലപ്പോൾ. എൻ്റെ ഇപ്പോഴത്തെ കുട്ടികളെ നമ്മളൊക്കെ പ്രായമായിട്ട് അവർ ഇൻഫോർമേഷൻസ് നമ്പേഴ്സാണ്. നമ്മളൊക്കെ പാരൻസ് പറയണത്, ടീച്ചേഴ്സ് പറയണത്, പിന്നെ ടി വിയിൽ പറയുന്നത്, കുറച്ച് ഫേസ്ബുക്ക്, വളരെ കുറച്ച്. ഫേസ്ബുക്ക് നമ്മൾ കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് നടന്ന ജനറേഷനാണത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. മനസ്സിലായോ? ഇപ്പോൾ US-ലുള്ള സ്റ്റുഡൻസിൻ്റെ ഡ്രസ്സിങ് സെൻസും നമ്മുടെ നാട്ടിലെ ഡ്രസ്സിങ് സെൻസും മനസ്സിലായോ? അത് രണ്ട് എൻഡായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഇപ്പോഴും സ്റ്റുഡൻസിനെ പറ്റിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പേയ്മെൻറ്റ് അതും കുറേ ഫേക്ക് പ്രോമിസുകൾ വരുന്നുണ്ട്. അണ്ടർ ഗ്രാജുവേഷൻ പഠിക്കുന്ന കുട്ടി അറൗണ്ട് ഒരു 50 lakh എന്തുണ്ട് ഫീസ് വരുന്നുണ്ട് അണ്ടർ ഗ്രാജുവേഷൻ 3 വർഷത്തേക്ക്. സ്റ്റുഡൻറ്റ് ഫസ്റ്റ് ഇയർ ഫീസ് മാത്രം അടച്ചാൽ മതി, സെക്കൻഡ് ഇയർ ഫീസ് മുതൽ നമ്മൾ അടക്കാമെന്ന് പറഞ്ഞ് പോകുന്ന സ്റ്റുഡൻസ്. ലീഗലി അത് പോസിബിൾ അല്ല. ലീഗലി അതല്ല, നമ്മളത് എൻ്റർടൈൻ ചെയ്യുന്നില്ല. യെസ്, അത് അങ്ങനത്തെ സ്റ്റുഡൻസ് ഉണ്ടോ? അങ്ങനത്തെ സ്റ്റുഡൻസ് എന്തായാലും ഉണ്ട്. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോഴേ ഇവർക്കൊരു റിയാലിറ്റി മനസ്സിലാവുള്ളൂ. ഈ ഒരു 20 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അവരുദ്ദേശിക്കുന്ന രീതിയിൽ ഈ ഫീസ് അടയ്ക്കാനുള്ള അത്ര പൈസയൊന്നും കിട്ടില്ല. ലിവിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാം. അവൻ അവിടുത്തെ ട്രാവലിംഗ് പരിപാടികളൊക്കെ ഒന്ന് നടക്കും. മനസ്സിലായോ? ബാക്കപ്പ് എപ്പോഴും വേണം. ഫീസ് ബാക്കപ്പ് എന്തായാലും അത് ഒരിക്കലും അത് പാരൻസ് ഇടുന്ന
ബേർഡൻ ആണ്. പാരൻസ് ആണ് അത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പാരൻസ് കുട്ടികൾക്ക് കൊടുക്കും. ഈ 18 വയസ്സായ കുട്ടിക്ക് കൊടുക്കണം കേട്ടോ. നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൾച്ചറിൽ 18 വയസ്സായ പണിയെടുക്കാൻ പോകുന്നില്ലല്ലോ. അവിടുത്തെ പിള്ളേർക്ക് കുഴപ്പമില്ല. 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും പിന്നെ വേണമെങ്കിൽ പഠിച്ചാൽ മതി, പണിക്ക് പോവാം. ഹൈസ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കൾച്ചറായില്ലേ. ലെവൽ 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണ് അവിടുത്തെ സ്റ്റുഡൻസ്. പക്ഷെ നമ്മൾ അത് കൊടുത്തിട്ടില്ല. എന്നിട്ട് 18 വയസ്സാകുമ്പോൾ പൊക്കോളം പറയോ. പിന്നെ ഇങ്ങനെയുള്ള കേസുകളാണ് മറ്റേ കെയർ ഹോം എന്നൊക്കെ പറഞ്ഞ് ചെന്ന് പെട്ടുപോകുന്നത്. യെസ്, അതാണ് ഞാൻ നമ്മുടെ സ്റ്റുഡൻസിന് മാത്രം എന്താ കെയർ ഹോം മാത്രം. കെയർ ഹോം അതല്ലാന്നുണ്ടെങ്കിൽ പാക്കിങ്, അതല്ലാന്നുണ്ടെങ്കിൽ ട്രക്ക് ഡ്രൈവർ. ഞാൻ ഒരു ജോലിനെ മോശമായിട്ട് പറയല്ല, പക്ഷെ ഇവരെല്ലാവരും എന്തിനാ ഇത് നോക്കുന്നത്? എത്രയോ സ്കില്ലുള്ള പിള്ളേരുണ്ട്. കാരണം ലീഗലി ആ സ്കില്ല് ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്നത് 20 മണിക്കൂർ മാത്രമാണ് ഒരാഴ്ചയിൽ. ഈ കെയർ ഹോമിലൊക്കെ പോകുന്ന കുറേ പേര് ലീഗലി അല്ല അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുന്നത്. അതായത് രജിസ്റ്റേർഡ് ആയിട്ട് ഇവർക്ക് ക്യാഷായിട്ട് ഇൻ ഹാൻഡ് ക്യാഷായിട്ട് കൊടുത്ത് ഇല്ലീഗൽ അവേഴ്സ് ആണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് അത്രയും ക്യാഷ് ലിക്വിഡായിട്ട് കയ്യിൽ കിട്ടുന്നൊരു ജോലി എന്ന് പറയുന്നത് ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് യൂഷ്വലി പിള്ളേർ ആ ഒരു എന്താ പറയുക ഫീൽഡുകൾ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ എല്ലായ്പ്പോഴും ഇതിൻ്റെയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരാൾ റൈറ്റ് പേഴ്സൺ ആയിരിക്കണം എന്നില്ല. ഈവൻ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ ഈ വർക്ക് ചെയ്തതിൻ്റെ പൈസ മുഴുവൻ കൊടുത്തു തീർത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര കോഷ്യസ് ആയിട്ട് മാത്രം ഡീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ വേറൊരു രാജ്യത്ത് പോകുമ്പോൾ ട്രൈ ടു ബി ആസ് ലീഗൽ ആസ് പോസിബിൾ. അങ്ങനെയല്ല, ഒരിക്കലും ആ ലീഗാലിറ്റി വിട്ട് കളിക്കരുത് എന്തെന്ന് പറഞ്ഞാൽ. എന്തായാലും പിന്നെ നമുക്ക് അവിടെ എന്ത് സുരക്ഷയാണ്, എന്ത് ബാക്കിംഗ് ആണുള്ളത്? നമുക്ക് തിരിച്ചു വരാൻ. അതെ, അല്ല തിരിച്ചു വരുന്ന അവർ ചിലപ്പോൾ കയറ്റിവിടും, ഒരിക്കലും പോകാൻ പറ്റാത്ത രീതിയിൽ കയറ്റിവിടും. അല്ലെന്നുണ്ടെങ്കിൽ ജയിൽ ടൈം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തിനാണ് അനാവശ്യമായിട്ട് ഇന്ത്യ ഉണ്ടല്ലോ നമുക്ക്. ഇന്ത്യയിൽ വന്നിട്ട് ഈ പറയുന്ന പിള്ളേർ കെയർ ഹോമിൽ വർക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടോ? അതാണ് അടുത്ത മനസ്സിലായോ, അതാണ് അടുത്ത പ്രശ്നം. ഇവിടെ കെയർ ഹോമിൽ വർക്ക് ചെയ്യാനും സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യാനും. ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 1 ലക്ഷം കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റുഡൻറ്റ് UK പോവാം. അതായത് ലീഗൽ അവേഴ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 800 പൗണ്ടാണ് കിട്ടുക. 4 വീക്കിൽ 20 അവേഴ്സ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റേറ്റിൽ ചിലപ്പോൾ 1 ലക്ഷത്തിൻ്റെ പുറത്ത് പോവാം. അത് കിട്ടാൻ ഇവിടെ കൊച്ചിയിലുണ്ട് എടുക്കാം. ഊബറാണ്. ഊബർ നമുക്കൊരു കാറുണ്ട് എന്നുണ്ടെങ്കിൽ 1 ലക്ഷം ഉണ്ടാക്കുന്ന ഏൺ ചെയ്ത് 3000 4000 ഒക്കെ പെർ ഡേ ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിനു വേണ്ടി UK പോകേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? 1 ലക്ഷം കിട്ടാൻ വേണ്ടി അത് റീസൺ അല്ലല്ലോ. യെസ്. അപ്പോൾ കുറേ എന്താ പറയുക മിത്തുകളുണ്ട് UK കുറിച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും മിത്ത് എനിക്ക് തോന്നുന്നു മിത്തിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ ചെയ്യുമ്പോൾ ഭയങ്കര നാണക്കേട്, അവിടെ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഈ കൾച്ചറിൻ്റെ ഭാഗമാണെന്നൊക്കെയുള്ളൊരു എന്തോ ഒരു ഹുങ്കോ അങ്ങനെ എന്തോ ഒരു ഫോൾസ് സെൻസ് ഓഫ് റിയാലിറ്റിയിലേക്ക് അവരങ്ങ് കടക്കുകയാണ്. ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഭയങ്കര മോശം തോന്നിയിട്ടുണ്ടോ? കേരളത്തിൽ ജനിച്ച് വളർന്ന ഒരാൾ എന്ന നിലയ്ക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വേണമെങ്കിൽ പൊക്കോ, അത് നല്ലൊരു കാരണമല്ലേ. ഇവിടെ എനിക്കിവിടെ നിന്നിട്ട് ഒരു ഡ്രൈവർ ആവാൻ പറ്റുന്നില്ല, എനിക്കിവിടെ ഒരു കെയർ ഹോമിൽ ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ നല്ല പേയും കിട്ടുന്നുണ്ട്. ഗുഡ് റീസൺ അല്ലേ? സത്യം പറഞ്ഞാൽ അങ്ങനെ പോകുന്ന കുട്ടികളുണ്ട്. ഇവിടെ നിന്നിട്ടൊരു മനസ്സമാധാനം ഇല്ല, ആവശ്യമില്ലാതെ ബന്ധുക്കൾ ഇടപെടുന്നു, എൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയുന്നു, ഇങ്ങനെ വീട്ടുകാരെ ഭയങ്കരമായിട്ട് ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കാൻ ശ്രമിക്കുന്നു പലതും. അങ്ങനെ ആ ഒരു റീസൺ പറഞ്ഞിട്ട് അത് ഞാൻ കേരളം എന്ന് പറയില്ല, ഈവൻ സൗത്ത് ഇന്ത്യയിൽ ഞാനത് ഭയങ്കര കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി പെൺകുട്ടികളുടെ ഇടയ്ക്ക്. അതായത് നാട്ടിൽ നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് കല്യാണം കഴിച്ച് സെറ്റിൽ ആവാനുള്ളൊരു പ്രഷറാണ്. അവരെ അക്കാഡമിക്കലി മൂവ് ചെയ്യാനും അല്ലെങ്കിൽ പ്രൊഫഷണലി ഒന്നും ബിൽഡ് ചെയ്യാനും ഒന്നും സമ്മതിക്കുന്നില്ല. ഇവർക്ക് എല്ലാവരുടെയും കാര്യം നല്ല ഞാൻ പറയുന്നത്. ഓഫ് കോഴ്സ് ആൺകുട്ടികൾക്കും ഈ പറഞ്ഞ ഇതേ വീട്ടുകാരുടെ കാര്യങ്ങൾ സൊസൈറ്റിയാണ് അങ്ങനെ ആക്കുന്നത്. അതായത് സൊസൈറ്റി അങ്ങനെ ആക്കുന്നതുകൊണ്ട് ആൺപിള്ളേർക്ക് വേറൊരാളുടെ മനസ്സിലായോ പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാ. മനസ്സിലായോ? ഈ ആള് വെറുതെ വീട്ടിലിരുത്തിയിട്ട് 2 മണിക്കൂർ പണിയുള്ളൂ. മനസ്സിലായോ? പിന്നെ അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ വീടുകൾക്ക് 2 മണിക്കൂറിൻ്റെ പണിയുള്ളൂ. മനസ്സിലായി? ബാക്കി എത്ര മണിക്കൂർ? 8 മണിക്കൂർ പോട്ടെ, ബാക്കി 16 മണിക്കൂർ. ഇപ്പോൾ പിന്നെയും അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ
ജോബ്ലെസ് ഉള്ളത് വുമൻസിൽ കേരളം ഏറ്റവും കൂടുതൽ. തമിഴ്നാട്ടിലുണ്ട് 80% ആൾ അവിടുത്തെ പെൺപിള്ളേർ വർക്ക് ചെയ്യുന്നുണ്ട്. കർണാടകയിലുണ്ട്. കേരളത്തിൽ മാത്രമേ ഉള്ളത്. ഇപ്പം മാറുന്നുണ്ട്, പക്ഷെ ടൈം എടുക്കും. മനസ്സിലായോ? നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ എത്ര വർഷം നമ്മൾ പൂട്ടിയിട്ട്. യെസ്, അത്രയും വർഷം ആണുങ്ങൾ ഇരട്ടിപ്പണിയെടുത്ത്. അതവർ അഭിമാനത്തോടെ പറയുന്നു. എന്തിന് വർഷം പറയില്ല, ഞാനതൊരിക്കലും ജെൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ പറയില്ല. പെണ്ണുങ്ങൾക്ക് പറ്റിപ്പോയെന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന പല വർക്കും കൺവെൻഷനലി വർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. യെസ് അത് ആരാണ് ആ സിസ്റ്റം ഉണ്ടാക്കിയത്? കുറച്ച് പഴയതിലോട്ട് ഒരു 90s പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പിള്ളേർ വർക്ക് ചെയ്യുന്നവരാണ്. അത് എഗെയിൻ മേട്രിയാർക്കി പേട്രിയാർക്കി മാറി വരുന്നതിനനുസരിച്ച് ആ ഒരു കൾച്ചറിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. വളരെ അടുത്തായിട്ടുള്ളൂ, വളരെ അടുത്ത് ഉണ്ടായിട്ടുള്ള ഒരു അപ്പ് ആൻഡ് ഡൗൺ എല്ലായ്പ്പോഴും ആ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എഗെയിൻ അതാണ് എവിഡൻ്റ് ആയിട്ടുള്ള വർക്കായിട്ട് കണക്ട് ചെയ്യുന്നത് ആണുങ്ങൾ പുറത്തു പോയി പണിയെടുക്കുന്നതും പെണ്ണുങ്ങൾ വീട്ടിൽ ആരും വെറുതെ ഇരിക്കുന്നില്ല. നമ്മൾ സ്റ്റുഡൻസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഫൈനാൻഷ്യൽ മിസ്റ്റേക്ക് UK പോകുമ്പോൾ, അതായത് നമ്മളിപ്പോൾ UK കുറേ പിള്ളേർ വന്നിട്ട് നെഗറ്റീവ് പറയുന്നുണ്ടല്ലോ, ഇവിടെ പണിയില്ല, കുറേ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് തെറ്റാണോ അതോ കൺട്രിയിൽ ഇനി അവൈലബിലിറ്റി ഇല്ലാഞ്ഞിട്ടാണോ? ഇപ്പോൾ ജോബ്സ് ഷോർട്ടേജ് ഉണ്ടോ? അതെ, ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു ഡയറക്റ്റ് ആൻസറായിട്ട് പറയാൻ പറ്റില്ല. ഈ എല്ലാ ഫാക്ടേഴ്സും ഇതിൽ ഇൻവോൾവ് ആണ്. ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു സ്ഥലം, ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു സിറ്റി ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഡെമോഗ്രാഫിക്കിനെ കുറിച്ച് മനസ്സിലാക്കണം. ഓൾറെഡി എത്ര പോപ്പുലേഷൻ ഉണ്ട്, എത്ര യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, എത്ര സ്റ്റുഡൻറ്റ് പോപ്പുലേഷൻ ഉണ്ട്. കാരണം നമ്മളും അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റുഡൻ്റായിട്ട് പോകുമ്പോൾ ഓഫ് കോഴ്സ് ഇതെല്ലാം നമ്മുടെ കമ്പറ്റീറ്റേഴ്സാണ്. അപ്പോൾ ആ ഒരു എഗെയിൻ ഈ സ്റ്റുഡൻറ്റ് പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് അവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടണം എന്നില്ല. കാരണം സിറ്റി ഈസ് ഓൾറെഡി അറ്റ് ഇറ്റ്സ് ബ്രിങ്ക്. കാരണം ഒരു പരിധി ഉണ്ടല്ലോ അതെ. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം, അത് ചിന്തിക്കണം. കാരണം നമുക്ക് എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി പോകാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് സ്റ്റുഡൻസിന്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും സൗത്ത് ഏഷ്യയിൽ നിന്നും ഉള്ള സ്റ്റുഡൻസിന് പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ജോലി നോക്കി തുടങ്ങുന്നത് സീരിയസ് ആയിട്ട് എൻഡ് ഓഫ് ദി ഇയർ ആയിരിക്കും. അതായത് അവരുടെ അക്കാഡമിക് ഇയർ തീരാറാകുമ്പോഴത്തേക്ക് ഇനി പ്ലേസ്മെൻറ്റിനൊക്കെ സമയമായല്ലോ, ഇനി ഞാൻ നോക്കാമെന്ന് വിചാരിക്കും. ഈവൻ ഇന്ത്യയിൽ തന്നെ നോക്കുക, ഏത് MNCയുടെ റിക്രൂട്ട്മെൻ്റ് ആണെങ്കിലും മിനിമം ഒരു 1, 2, 3 മാസമെങ്കിലും എടുക്കുമല്ലോ ഓൺ ബോർഡിങ് എൻറ്റയർ പ്രോസസ്സ് തീരാൻ. അപ്പോൾ 5th സെമസ്റ്ററിൽ നമ്മൾ കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്ലേസ്മെൻറ്റ് ലിസ്റ്റ് അയക്കും സോർട്ട് ചെയ്തിട്ട്. എന്നിട്ടും ക്ലാസ് കഴിഞ്ഞ് ഉടനെ അടുത്ത മാസം ജോലി അല്ലല്ലോ, പിന്നെയും വെയിറ്റിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ പിള്ളേർ ആ ഒരു ടൈം ഗ്യാപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ലാസ്റ്റ് മിനിറ്റ്, ലാസ്റ്റത്തെ മന്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഒരു ഫുൾ ടൈം ജോലി എന്നുള്ളത് ഇറ്റ്സ് നോട്ട് വയബിൾ. അപ്പോൾ ആദ്യമേ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക. എല്ലാ യൂണിവേഴ്സിറ്റീസിനും മിക്കതും UK കരിയർ സെൽസ് കാണും. ഇപ്പോൾ ഞങ്ങൾക്ക് കരിയർ സെൻട്രൽ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ സ്റ്റുഡൻസ് ആ വഴിക്ക് പോകുന്നേ ഇല്ല. അതെ, പക്ഷേ അതിനെ ഭയങ്കര ക്ലെവറായിട്ട് ഡീൽ ചെയ്യുന്ന കുട്ടികളുണ്ട്. അവരാണ് കൃത്യമായിട്ട് അങ്ങോട്ടേക്ക് ചെന്ന് അപ്പോയിൻമെൻ്റ് എടുത്ത് അവർ നടത്തുന്ന പരിപാടിയെല്ലാം പങ്കെടുക്കും, വർക്ക്ഷോപ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യും. എന്നിട്ട് ഭയങ്കര പ്രോആക്റ്റീവായിട്ട് നിൽക്കുന്ന കുട്ടികൾക്കാണ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത്. ഈവൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബാച്ചിലേഴ്സിൽ പ്ലേസ്മെൻറ്റ് ഇയർ ഉള്ള സ്റ്റുഡൻസ്, പ്ലേസ്മെൻറ്റ് ഇയറിൽ പോകുന്ന സ്റ്റുഡൻസിനൊക്കെ ഞങ്ങൾക്ക് ആക്ച്വലി കുറേ സ്റ്റുഡൻസിനും അതേ കമ്പനിയിൽ നിന്ന് തന്നെ ഫുൾ ടൈം ഓഫർ കിട്ടാറുണ്ട്. അതായത് ദേ ആർ വില്ലിംഗ് ടു വെയിറ്റ് ഫോർ അനദർ ഇയർ ഫോർ ദം ടു കംപ്ലീറ്റ് ദ കോഴ്സ്. അപ്പോൾ ഇവർക്കിപ്പോൾ ഓൾറെഡി ഒരു ഓഫർ ലെറ്റർ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്ന പിള്ളേരുണ്ട്. അതായത് വേറെ കമ്പനീസിൽ പോയിട്ട് അപ്ലൈ ചെയ്ത് ഓഫർ ലെറ്റർ കിട്ടുമ്പോൾ അവർക്ക് പറയാം, എനിക്ക് ഇവിടുന്ന് ഒരു ഓഫർ ലെറ്റർ ഉണ്ട്, ദിസ് ഈസ് വാട്ട് ദേ ആർ പേയിങ്. അപ്പോൾ അങ്ങനെ ക്ലെവറായിട്ടുള്ള ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട്. ഇങ്ങനെയാണ് അവർ ഡീൽ ചെയ്യേണ്ടത്. അതെ, അപ്പോൾ നമ്മളും കുറച്ച് ക്ലെവറായിട്ട് നിന്നാൽ മാത്രമേ നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നത് മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഹോംവർക്ക് ചെയ്യണം. നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ആ പഴയ അടിമയാണെന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് ഇപ്പോഴും നമ്മൾ മനസ്സിലായോ ചോദിക്കല്ലേ ചെയ്യുന്നത്, നമ്മൾ അപേക്ഷിക്കുക ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം ആരെങ്കിലും ക്ലാസ്സിൽ വന്ന് ചോദിക്കായിരിക്കും എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വേണോന്ന്. അത് എവിടെയില്ല, അത് ഇന്ത്യയിലും ഇല്ല. അത് ഏത് രാജ്യത്താണെങ്കിലും പോയി കണ്ടുപിടിക്കുക. ആരും ഇങ്ങോട്ടേക്ക് വന്ന് നിനക്കൊരു ഓപ്പർച്യൂണിറ്റി വേണമെന്ന് പറഞ്ഞിട്ട് ആരും ചോദിക്കാൻ പോകുന്നില്ല. നമുക്ക് വേണ്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കണ്ടുപിടിക്കുക.
അപ്പോൾ യൂണിവേഴ്സിറ്റീൻ്റെ സൈഡിൽ നിന്നുള്ള ഈടുണ്ട്. ഇപ്പം ഞങ്ങളുടെ കാര്യത്തിൽ പ്ലേസ്മെൻറ്റ് സെല്ലാണെന്നുണ്ടെങ്കിൽ കരിയർ സെൻറ്ററിൽ അവർ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു 3 years അവർക്ക് പിന്നെയും യൂട്ടിലൈസ് ചെയ്യാം, റിസോഴ്സസ് യൂസ് ചെയ്യാം, അവർക്ക് വെബ് പോർട്ടൽ ഉണ്ട്, അത് ആക്സസ് ചെയ്യാം. അതെ. അപ്പോൾ ഇപ്പോൾ 2027 ഗ്രാജുവേറ്റ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് 2030 വരെ യൂണിവേഴ്സിറ്റി റിസോഴ്സസ് കരിയർ സെൻറ്ററിൻ്റെ യൂസ് ചെയ്യാൻ പറ്റും. അത് എത്രത്തോളം സ്റ്റുഡൻസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അറിയത്തോലില്ല. അതെ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ക്ലെവറായിട്ട് നിന്ന് ഓക്കെ ഇന്നതാണ് എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ സാധ്യതയുള്ളതെന്നുണ്ടെങ്കിൽ അതിന് നമ്മളും കൂടെ ഒരു എഫേർട്ട് ഇടണം ആദ്യം മുതൽ. ആ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് കീ ആണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതും കുറച്ചൊരു ക്ലാരിറ്റി വേണം. വീക്കാണ് നമ്മൾക്ക് സ്റ്റുഡൻസിന്. കാരണം എഗെയിൻ ഇവിടെ ആരും +2 കഴിഞ്ഞ ഉടനെ ജോലിക്ക് പോകുന്ന കുട്ടികൾ കുറവാണ്. അപ്പോൾ പൈസ കിട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ആ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഒരു ലാക്കും ഈ പ്രശ്നങ്ങൾക്കൊക്കെ കുറച്ചൊരു അഡിഷൻ ആയിട്ട് വരുന്നുണ്ട്. 15 വർഷം പഠിച്ച കുട്ടികളാട്ടോ. അതെ, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് അറിയത്തില്ല, മാനേജ്മെന്റിന് അവസരവും കിട്ടിയിട്ടില്ല. അത് നമ്മൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ ആ വേർഡ് നമ്മൾ ഡിഗ്രി കഴിയുന്നവർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ല, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് പോട്ടെ, ടാക്സേഷൻ അത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഞാൻ കമ്പനി തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് ടാക്സ് ആണ്. അത് ഫൈൻ അടച്ച് ഞാൻ 3.5 ലക്ഷം രൂപ അറിയാത്തത് കൊണ്ട്. അതെ, കാരണം നമ്മൾ ഇതൊന്നും പഠിക്കുന്നില്ല. ഇവിടുത്തെ ചില സ്റ്റുഡൻസ് നമ്മളുടെ NIT IIT ക്യാമ്പസിന് മുന്നിൽ പോയിട്ട് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ ചോദിക്കുന്ന സ്റ്റുഡൻസ് വരെ ഉണ്ട്. അല്ല, ഇവിടെ വന്നിട്ട് ഇപ്പൊ UK ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജിൽ എങ്ങനെ കിട്ടും? 40% മാർക്ക് വാങ്ങി വന്നവന് കിട്ടില്ല. അതൊരു റിയാലിറ്റിയാണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ അതിന് നമ്മുടെ അടുത്ത് വന്ന് നെഗോഷിയേറ്റ് ചെയ്യും, വേണം. അപ്പോൾ ഈവൻ വേറെ യൂണിവേഴ്സിറ്റിയിലായിരുന്നിട്ട് പോലും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നവരുണ്ട്. എനിക്കറിയില്ല പ്രൊസീജിയറിന് മാത്രമല്ല, അവര് പറയുന്ന എൻട്രി റിക്വയർമെന്റ്സിന് നമ്മൾ സ്റ്റിക്ക് അത് നമുക്ക് അപ്ലിക്കേഷൻ ഉണ്ടേ എങ്കിലും അടുത്ത സ്റ്റെപ്പ്. അപ്ലിക്കേഷൻ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അപ്ലിക്കേഷൻ ഇടുന്നില്ലല്ലോ. അതെ, അതൊരു പ്രശ്നമാണ്. ഇന്ത്യൻ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഇപ്പോൾ ഈ 4 വർഷത്തിനിടയ്ക്ക് ഇന്ത്യൻ സ്റ്റുഡൻസ് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുള്ള ഒരു മേജർ ഇതൊരു പ്രശ്നമാണ് ഇന്ത്യൻ സ്റ്റുഡൻസിന്. ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. നമുക്കിവിടെ കാണാപ്പാടം പഠിച്ച് പരീക്ഷയ്ക്ക് എങ്ങനെയും പോയി 3 മണിക്കൂർ പരീക്ഷ എഴുതി വിക്കിപീഡിയ നോക്കി കുറേ അസൈൻമെൻറ്റ് കോപ്പി അടിച്ച് എഴുതി കൊടുത്ത് അത് നമുക്ക് ശീലമായിപ്പോയി. അതിൻ്റെ ഒരു വിക്ടിം എന്നേ ഞാൻ പറയുള്ളൂ, ആണ് ഞാനും. എൻ്റെ ബാച്ചിലേഴ്സ് കഴിഞ്ഞ് ഞാൻ മാസ്റ്റേഴ്സിലേക്ക് പോയപ്പോഴാണ് ഇങ്ങനെ പ്ലേജറിസം ഒക്കെ ഇത്ര സീരിയസ് ആണ്, കോപ്പി അടിച്ച് എഴുതാൻ പറ്റത്തില്ല, ഞാൻ വായിച്ച എൻ്റെ അഭിപ്രായം ആണ് ഞാൻ എഴുതി കൊടുക്കേണ്ടത് എന്നൊരു റിയലൈസേഷൻ വന്നത്. അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് പിന്നെ മാസ്റ്റേഴ്സിന് പോയി പ്ലേജറിസം സീരിയസ് ആയിട്ട് എടുക്കുന്ന അവിടെ റിട്ടേൺ എക്സാംസ് ഉള്ളത് കുറവാണ്. അപ്പോൾ കൂടുതലും നമ്മൾ ചെയ്യുന്ന പ്രസൻറ്റേഷൻ്റെയോ അസൈൻമെൻറ്റ്സിൻ്റെയോ പ്രൊജക്ട്സിൻ്റെ ഒക്കെ ബേസിസിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഐഡിയലി തിങ്കിങ് അതിനാണല്ലോ, നമുക്ക് കിട്ടിയ ഇൻഫർമേഷനും നോളജും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണല്ലോ അസസ് ചെയ്യേണ്ടത്. ആ ഒരു സിസ്റ്റത്തിലേക്ക് പെട്ടെന്ന് പോകുമ്പം അത് കോപ്പി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഓൾ ഓഫ് എ സഡൻ ഇത്രയും കാലം ഫോളോ ചെയ്തൊരു പാറ്റേൺ കംപ്ലീറ്റ്ലി വിട്ടിട്ട് നമുക്ക് ആ പുതിയൊരു സിസ്റ്റത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഈസി ആ ഒരു സിസ്റ്റത്തിൽ ഫോളോ ചെയ്ത് വന്നാൽ ഈസിയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഇല്ലെന്നല്ല, അത് നമുക്ക് മെയിൻ കാര്യം എന്ന് വെച്ചാൽ വി ഹാവ് ടു അൺലേൺ എ ലോട്ട് ഓഫ് തിങ്സ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നിട്ട് പുതിയ സിസ്റ്റം അഡാപ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ അതിനൊരു കുറച്ച് സമയം എടുക്കും നമ്മളൊരു സിസ്റ്റമായിട്ട് സെറ്റ് ആവാൻ. അപ്പോൾ യൂഷ്വലി ഞാൻ സ്റ്റുഡൻസിനോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ കുറച്ച് ചുമ്മാ ഇതിനായിട്ട് റെലവൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കുക. ഇപ്പം വായിച്ച് തുടങ്ങിയാൽ, കാരണം അത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള കാര്യമാണ് ഈ അക്കാഡമിക് റൈറ്റിങ്സ് എന്ന് പറയുന്നത്. അതിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ ഈ അവരുദ്ദേശിക്കുന്ന ക്വാളിറ്റിയിൽ നമുക്ക് പേപ്പേഴ്സ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അസൈൻമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ വേണമെന്ന് വെച്ച് വളർത്തണം. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇവിടെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല വേണ്ട രീതിയിൽ. പിന്നെ സ്കില്ലുകൾ മനസ്സിലാക്കിയിട്ടാണോ സ്റ്റുഡൻസ് അഡ്മിഷൻ എടുക്കുന്നത്? അതായത് എനിക്ക് ഈ സ്കില്ലുള്ളത് കൊണ്ട് ഞാൻ ഈ കോഴ്സ് എടുത്താൽ നല്ലതായിരിക്കും. അതെ, ശരിക്കും പറഞ്ഞാൽ 2 കാറ്റഗറി ഉണ്ട്. സ്കില്ലിനനുസരിച്ച് ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവരും പോകുന്നു എന്നാൽ ഞാനും പോവാം എന്ന് കരുതി പോകുന്ന 2 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസും ഉണ്ട്. അങ്ങനത്തെ സ്റ്റുഡൻസ് അല്ലേ ഈ കംപ്ലൈൻറ്റ്സ് പറയുന്നത്? കുറച്ചൊക്കെ അതെ. അതായത് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഇന്ന യൂണിവേഴ്സിറ്റി വേണം, എനിക്ക് ഇന്ന കോഴ്സ് വേണം എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻറ്റ് കംപ്ലൈൻറ്റ് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതെ, പിന്നെ
നമുക്ക് സംസാരിക്കുമ്പോഴും കുറെ കൂടി ഈസിയാണ് അങ്ങനത്തെ സ്റ്റുഡൻസ്, യെസ് യെസ്, കാരണം അവര് അവർക്കൊരു വായിച്ചിട്ടുണ്ട്. വ്യക്തമായ പ്ലാൻ ഉണ്ട്. അതെ, നമ്മൾക്ക് അവർക്ക് വേണ്ട പ്രൊസീജിയേഴ്സ് ഒന്ന് എളുപ്പാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എക്സാക്ട്ലി. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഭയങ്കര ഈസിയാണ്, കാരണം നമ്മളുടെ ഒരു യൂഷ്വൽ കൗൺസിലിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും വേണ്ട. അവർ കൃത്യമായിട്ട് അറിയാം അവർക്ക് എന്താണ് വേണ്ടത്, അവരതിനെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, അവർ ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്, അത്രയും വ്യക്തമായിട്ട്. അവിടെ ഏതൊക്കെ കമ്പനീസ് ആണ് പ്ലേസ്മെന്റ്സിന് വരുന്നത് വരെ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കിട്ടും, നമുക്ക് അപ്ലിക്കേഷൻ ഇടുമ്പോൾ അതൊക്കെ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നോക്കി ചെയ്യുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാവും നമ്മൾ ഈസ്റ്റ് ആംഗ്ലിയ ചൂസ് ചെയ്യുന്നത്? ഈസ്റ്റ് ആംഗ്ലിയ ഇപ്പോൾ പേഴ്സണലി സ്പീക്കിംഗ്, ഞാൻ ഈസ്റ്റ് ആംഗ്ലിയയിൽ വർക്ക് ചെയ്യാൻ ചൂസ് ചെയ്തത് തന്നെ യൂണിവേഴ്സിറ്റിയുടെ ക്വാളിറ്റി കണ്ടിട്ടാണ്. കാരണം എല്ലാവർക്കും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേരല്ല ഈസ്റ്റ് ആംഗ്ലിയ. ഞാൻ ഈസ്റ്റ് ആംഗ്ലിയനെ കുറിച്ച് കേട്ടിട്ടുള്ളത് അക്കാഡമിക് സർക്കിൾസിലാണ് കൂടുതലും. ഇങ്ങനെ എൻ്റെ ഒരു ഫീൽഡിലാണെങ്കിലും ഇന്റർനാഷണൽ റിലേഷൻസ് ആണെങ്കിലും ഗ്ലോബൽ ഡെവലപ്മെന്റ് ആണെങ്കിലും ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി നമ്പർ 1 എന്ന് അതെ, ഗ്ലോബൽ ഡെവലപ്മെന്റ് ഒക്കെ നമ്മൾ ടോപ്പ് 50-ലൊക്കെ ഉണ്ട്, ടോപ്പ് 10-ൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത്രയും അക്കാഡമിക്കലി റിനൗണ്ട് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ സബ്ജക്ട് റാങ്കിങ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ UK-ൽ ടോപ്പ് 25 അല്ലെങ്കിൽ ടോപ്പ് 30-ൽ വരുന്നതാണ് ഞങ്ങളുടെ ഒരു 80% കോഴ്സസ്. അതായത് റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റീൻ്റെ കോഴ്സസിനേക്കാൾ ബെറ്റർ റാങ്ക്ഡ് ആണ്. അപ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ദി ക്വാളിറ്റി ഓഫ് ദി കോഴ്സ്. അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റീസ് കറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നോറിച്ചിലാണ് യൂണിവേഴ്സിറ്റി ഉള്ളത്. അപ്പോൾ സിറ്റിയിൽ എങ്ങനെയാണ് വർക്ക് ഉണ്ടോ, ജോബ് സാധ്യത? അപ്പോൾ സിറ്റി എന്ന് വെച്ചാൽ എഗെയിൻ ആകെ 2 യൂണിവേഴ്സിറ്റി ഉള്ളൊരു സിറ്റിയാണ് നോറിച്ച്. ഒന്ന് ഈസ്റ്റ് ആംഗ്ലിയ, അടുത്തത് യൂണിവേഴ്സിറ്റി ഓഫ് ക്രിയേറ്റീവ് ആർട്സ്, നോറിച്ച് യൂണിവേഴ്സിറ്റി. അതൊരു ചെറിയ യൂണിവേഴ്സിറ്റിയാണ്. ദേ ഡു ക്രിയേറ്റീവ് വളരെ കുറവായിരിക്കും. അതെ, അപ്പോൾ ഈവൻ സ്റ്റുഡൻസിനെ തന്നെ ഇപ്പോൾ ജോബ് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ ക്ലാഷ് ഇല്ല 2 യൂണിവേഴ്സിറ്റിയിലെ പിള്ളേർ തമ്മിൽ, കാരണം ദേ ആർ ഡൂയിങ് ദെയർ ഓൺ തിങ്. അപ്പോൾ ഇൻറ്റൻഷനലി ആ ഒരു എന്താ പറയുന്നത് കോമ്പറ്റീഷൻ ഭയങ്കര കുറവാണ് ഇൻ കമ്പാരിസൺ. അപ്പോൾ എഗെയിൻ ഇവിടുന്ന് പോകുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും കുറച്ച് ആ ഒരു കോമ്പറ്റീഷൻ കുറവായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടും മെച്ചപ്പെടും. മാത്രമല്ല നോറിച്ച് എന്ന് പറയുന്നത് ലണ്ടൻ്റെ അടുത്താണ്, ഏകദേശം ഒരു ട്രെയിനിലാണെങ്കിൽ ഒരു 2 മണിക്കൂറിനകത്ത് ലണ്ടനിൽ നിന്ന് നോറിച്ചിലെത്തും. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ കാരണം പിന്നെ കുറച്ചും കൂടെ ചീപ്പസ്റ്റ് ലിവിങ് എക്സ്പെൻസ് ഉള്ള സിറ്റിയാണ്. ആ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഒരുപാട് സ്റ്റാർട്ടപ്സ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഫിൻടെക്കിലുണ്ട്, ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട്, അഗ്രികൾച്ചർ റിലേറ്റഡ്, എനർജി സെക്ടർ റിലേറ്റഡ് കുറേയുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ പുതുതായിട്ടും തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ റെലവൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആണ്, അവർക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഫീസ് റേഞ്ച് എങ്ങനെയാണ് വരുന്നത് മാസ്റ്റേഴ്സിലൊക്കെ? മാസ്റ്റേഴ്സിലൊക്കെ ഒരു ട്യൂഷൻ ഫീ സ്കോളർഷിപ്പ് ഒക്കെ കഴിഞ്ഞാൽ ഒരു 19,000, 18,000, 19,000 റേഞ്ചിലൊക്കെയാണ്. നമ്മൾ ക്യാഷിന് എത്ര ഫീസ് പേ ചെയ്യേണ്ടി വരും? 6,000 pounds ആണ് 6,000 ഡെപ്പോസിറ്റ്. അതെ. നമ്മളുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ അങ്ങനെ, അതോ ഇനി സെക്കൻഡ് സെമ? നമ്മളുടെ ആക്ച്വലി 3 ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഐദർ ഫുൾ ഫീ അപ്ഫ്രണ്ട് ആയിട്ട് പേ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ്, അപ്പോൾ ഒരു ക്വാർട്ടർലി പേയ്മെൻറ്റ് വരും. അതല്ലാന്നുണ്ടെങ്കിൽ 9 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു മന്ത്ലി പേയ്മെൻ്റ് ആയിരിക്കും അത് വരുന്നത്. 9 ഇൻസ്റ്റാൾമെൻറ്റ്സ് ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് UK-ലെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഡയറക്റ്റ് ഡെബിറ്റ് ട്രാൻസ്ഫർ, അതായത് UK-ലെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ ചെയ്യണം. പക്ഷേ ഈ 3 ഓപ്ഷനും നമ്മൾ കൊടുക്കുന്നുണ്ട് സ്റ്റുഡൻസിന്. വേവർ നമ്മളിപ്പോൾ 12th സ്റ്റാൻഡേർഡിൻ്റെ ബേസിസിലും ഉണ്ട്. അതുപോലെ തന്നെ ചില യൂണിവേഴ്സിറ്റീസിൽ പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കുന്നത് NIRF ടോപ്പ് 100 യൂണിവേഴ്സിറ്റീസ്, NAC A++, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് നാഷണൽ എമിനൻസ്, IIT, IIM, ഇങ്ങനെയുള്ള ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിച്ചവരാണെങ്കിൽ വിത്തിൻ ലാസ്റ്റ് 5 years അതിൻ്റെ ബേസിസിൽ വേവർ കൊടുക്കാറുണ്ട്. 12th വിത്തിൻ ലാസ്റ്റ് 10 years. അതെ, 70% അബവ് മാർക്ക് വേണം. 70% അബവ് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വേവർ കിട്ടും. ഏത് പ്രോഗ്രാമിനും? ഹെൽത്ത് സയൻസ് റിലേറ്റഡ് വരുന്നത് ചിലപ്പോൾ IELTS കൂടുതൽ വരുന്നതിന് പറ്റില്ല, വേവർ കൊടുക്കാൻ പറ്റില്ല. അതെ, IELTS 6.5 and above ആണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് എടുക്കുക തന്നെ വേണം. യൂണിവേഴ്സിറ്റിക്ക് എന്തെങ്കിലും ഇംഗ്ലീഷ് ടെസ്റ്റ്? IELTS, TOEFL അങ്ങനത്തെ എന്തെങ്കിലും. ഒരു യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് ജോലി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫീസ് റീഫണ്ട് കൊടുക്കാന്ന് പറഞ്ഞു. അതെ, അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ.
ഈസ്റ്റ് ആംഗ്ലിയ എന്താ അങ്ങനെ കൊടുക്കാത്തത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ഈ വർഷമാണ് പ്ലേസ്മെൻറ്റ് ഇയേഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളും ഗ്യാരണ്ടി ചെയ്യുന്നത് പ്ലേസ്മെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ 2 വർഷം ഗ്യാരണ്ടി ചെയ്യുന്നത്. ഞങ്ങൾ റീഫണ്ട് കൊടുക്കാമെന്നല്ല ഞങ്ങൾ പറയുന്നത്. പകരം 2 ഓപ്ഷൻസ് ആണുള്ളത്. ഐദർ പെയ്ഡ് പ്ലേസ്മെൻറ്റ്, അതായത് ഒരു ഏകദേശം ഒരു 9-10 months ലോങ് ആയിട്ടുള്ള ഒരു എന്താണ് ഇയർ ലോങ് ഇൻറ്റേൺഷിപ്പ് പോലുള്ള പ്ലേസ്മെൻറ്റ്സ്. അത് ഓഫ് കോഴ്സ് പെയ്ഡ് ആയിരിക്കും. അപ്പോൾ എത്ര പേയ്മെൻറ്റ് ഉണ്ടാവും? അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, കുറച്ചൊരു സ്റ്റുഡൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ ഒരു 18,000-19,000 pounds തൊട്ട് മേളിലോട്ട് എത്ര വേണമെങ്കിലും ആവാം. ഡിപ്പെൻഡ്സ്. എഗൈൻ സി നമുക്ക് സ്റ്റുഡൻറ്റ് അതെ സ്റ്റൈപ്പൻഡ് അല്ല, ഇവർക്ക് സാലറി പോലെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് മാച്ച് ചെയ്ത് കൊടുക്കാം. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യേണ്ടത് സ്റ്റുഡൻസിൻ്റെ കടമയാണ്. ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ചില കേസസിന് സ്റ്റുഡൻസിന് പറ്റാത്തൊരു സാഹചര്യം വരും. അപ്പോൾ യൂഷ്വലി പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ആ ഒരു പെയ്ഡ് പ്ലേസ്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ പ്ലേസ്മെൻറ്റ് ഇയർ ഡ്രോപ്പ് ചെയ്ത് ബാക്കി പ്രൊസീഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് മാറ്റാനായിട്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്തവർക്കും അല്ലെങ്കിൽ അതിന് താല്പര്യമില്ലാത്തവർക്കും നമ്മൾ 3 ഇൻഡസ്ട്രി പ്രൊജക്ട്സ് കൊടുക്കും. അതായത് നമുക്കൊരു എക്സ്റ്റേണൽ കമ്പനി ഇത് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ടുണ്ട്. അവർ സ്റ്റുഡൻസിന് ഇൻട്രസ്റ്റ് മാച്ച് ചെയ്യും കമ്പനിയായിട്ട്. 3 ഡിഫറെൻറ്റ് കമ്പനിയായിട്ട് മാച്ച് ചെയ്തിട്ട് ഷോർട്ട് പ്രൊജക്ട്സ് ആയിട്ട് ചെയ്യണം. അപ്പം ഇൻഡിവിജ്വലി സ്റ്റുഡൻസിന് ഈ 3 കമ്പനീൻ്റെയും പ്രൊജക്ട്സിൽ വർക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കമ്പനിയായിട്ടൊരു പ്രൊജക്റ്റിൽ എക്സ്ക്ലൂസീവ്ലി വർക്ക് ചെയ്യുമ്പോൾ എഗെയിൻ അവർ ഓഫർ തരാനുള്ളൊരു സാധ്യതയും കൂടെ വരുന്നുണ്ട് നമ്മുടെ വർക്ക് കണ്ടിട്ട്. അപ്പോൾ ഇത് പെയ്ഡ് ആയിരിക്കില്ല, ഇതൊരു അൺപെയ്ഡ് ഇൻറ്റേൺഷിപ്പ് പോലെ ഒരു പ്രൊജക്റ്റ് തന്നെയാണ് 3 എണ്ണം. പക്ഷേ ഇവർക്ക് 20 hours per week പാർട്ട് ടൈം വർക്ക് ചെയ്യാം സെപ്പറേറ്റ്. അപ്പോൾ ഒട്ടും പൈസ കിട്ടുന്നില്ലെന്നല്ല, അപ്പോൾ ആ എക്സ്പീരിയൻസ് 2 കൂട്ടർക്കും കിട്ടുന്നുണ്ട്. പ്രൊഫഷണൽ എക്സ്പീരിയൻസ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് കോഴ്സ് പഠിക്കാനല്ല, ലിവിങ് ഇത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ശരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് ആക്ച്വലി. അപ്പോൾ അങ്ങനെ ഒരു ഓഫർ കിട്ടുന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുക. പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് പ്രോഗ്രാംസ് ആണ് വർക്കാവുന്നത്. നമ്മൾ ഇന്ത്യൻ പഴയ സിസ്റ്റം അതായിരുന്നു, ഗുരുകുല സമ്പ്രദായം. അത് അടിച്ച് പരത്തിയിട്ടാണ് നമ്മളിപ്പോൾ ഉള്ള സിസ്റ്റത്തിലോട്ട് കൊടുക്കുന്നത്. ഈശ്വര എഗെയിൻ ആ റൈറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് കൃത്യമായ സമയത്ത് എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും യൂണിവേഴ്സിറ്റിക്ക് ആകെ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്നത് ആത്മാർത്ഥമായിട്ട് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യും എന്നുള്ളതാണ്. അതിൽ കൂടുതലായിട്ട് എനിക്കറിയില്ല എത്രത്തോളം സത്യമാണ് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്നത്. അതെങ്ങനെ ചെയ്യാൻ പറ്റുക? നമ്മൾ അഡ്മിഷൻ എടുത്ത എല്ലാ സ്റ്റുഡൻസിനും പ്ലേസ്മെന്റ് കൊടുക്കാൻ പറ്റുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് അത്രയും സ്ട്രിക്റ്റ് ആവണം. അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു ഓൾട്ടർനേറ്റ് ഓപ്ഷനും കൂടെ വെച്ചത് സ്റ്റുഡൻസിന്. അപ്പോൾ അത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും പ്രൊജക്ട്സ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ. ഒരു പെയ്ഡ് പ്ലേസ്മെന്റ് വരുമ്പോഴാണ് പിന്നെ ആ ഒരു ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ എക്സ്പീരിയൻസ് വൈസ് ഭയങ്കര നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സ്റ്റുഡൻസിന് ആ ഒരു ഇയർ വേസ്റ്റ് ആകുന്നില്ല, ഡ്രോപ്പ് ചെയ്യേണ്ടി വരുന്നില്ല. അവർക്ക് ആ 2 years കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചാൻസ്, നല്ലൊരു വർക്ക് എക്സ്പീരിയൻസും യുകെയിൽ കിട്ടുകയും ചെയ്യും. ഓഫ് കോഴ്സ് നല്ല കമ്പനീസോ. അതെ നല്ല കമ്പനീസാണ്. പിന്നെ മൂവിങ് ഫോർവേഡ് ഇപ്പോൾ ഈ സ്പോൺസർഷിപ്പ് വീസാസ് ഒക്കെ കിട്ടണം, വർക്ക് വിസ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ കമ്പനിയായിട്ടും കുറച്ച് കാലം വർക്ക് ചെയ്ത് അവർ കൺവിൻസ്ഡ് ആകണമല്ലോ. അപ്പോൾ അതിനൊക്കെ കുറച്ചും കൂടെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആണിത്. നമുക്ക് ആ ഒരു ഫീൽഡിൽ സ്കില്ലുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈസി അല്ലേ? എക്സാക്ട്ലി. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാതെ കുറേ പേര് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സ് തുടങ്ങിയിട്ട് അവിടെ ജോബ് വിളിക്കുക. അതായത് ഇപ്പോൾ സ്റ്റേ ബാക്ക് കഴിയുന്ന പീരീഡിൽ ഇവർ ചെയ്യുന്ന ഒരു ജോബുണ്ട് റെസ്റ്റോറൻറ്റ്സിൽ. ഇപ്പോൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 4 or 5 ഷെഫ് ഉണ്ടാവും. അങ്ങനത്തെ 2 വേക്കൻസീസ് ഉണ്ടാവുമല്ലോ. അതിലോട്ട് ഇവർ ഹയർ ചെയ്യുന്നുണ്ട്. 30,000 pounds 30,000 pounds സാലറി. അതായത് ഇവർക്ക് 3,600 pounds എങ്ങാനും കാണിക്കുന്നുണ്ട്. അക്കൗണ്ടിൽ ഇട്ടിട്ട് അവർ തിരിച്ചെടുക്കും. 2,000 pound ജസ്റ്റ് അവിടെ നിൽക്കാനുള്ളത് ഫെസിലിറ്റേറ്റ് ചെയ്ത്. സെയിം ആണല്ലോ ഇത്. ഏതോ ഒരു പുതിയ തുടങ്ങിയ സ്റ്റാർട്ടപ്പിലെ റെസ്റ്റോറൻറ്റിൽ പോയി നിൽക്കണോ, വെൽ നോൺ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യുന്ന, മനസ്സിലായോ? ഒരു കുറച്ച് കൂടെ എഗെയിൻ ആ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അൺലെസ് ഒരു ഷെഫായിട്ടോ, ഷെഫല്ല ആ വിസക്ക് വേണ്ടി മാത്രം, എന്നിട്ട് അവൻ ഷെഫ് ആവും വേണം, അവിടുത്തെ പണി കൊടുക്കണം. അതെ. അപ്പോൾ
അത് റെലവെന്റ് അല്ല, നമ്മളത് വെറുതെ പ്ലാൻ ഇല്ലാത്തത് കൊണ്ടാണ്. എക്സാക്ട്ലി. ആ സമയത്ത് എനിക്ക് വിസ കഴിയാൻ പോവാണ്, ഞാൻ വിസ മനസ്സിലായോ, അത് അപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവും അവര്, കാരണം താല്പര്യമില്ലാത്തൊരു ജോലി ചെയ്യുന്നു. മനസ്സിലായോ? സത്യത്തിൽ പ്ലാൻ ചെയ്താൽ എഗെയിൻ there will be challenges. പക്ഷേ നമ്മളുടെ മനസ്സിൽ തന്നെ അതിനുള്ള ബാക്കപ്പ് പ്ലാനുകളും ഒക്കെ ആയിട്ട് വേണം. കാരണം ഇത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പൈസയും സമയവും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പോകുമ്പോൾ ഈ വരുന്ന ചലഞ്ചസ് ഫേസ് ചെയ്യാനും കൂടെ നമ്മൾ റെഡി ആയിട്ടിരിക്കണം. പിന്നെ ഹെൽപ്പ് വേണ്ടുന്നിടത്ത് ഹെൽപ്പ് ചോദിക്കുക. ചോദിക്കാതിരുന്നു കഴിഞ്ഞാൽ ആരും ഇങ്ങോട്ടേക്ക് ഒന്നും ഓഫർ ചെയ്യാൻ വരില്ല. നിങ്ങളുടെ റൈറ്റാണ് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല എന്നുള്ളത് ചോദിക്കുക എന്നുള്ളത്, അത് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ താങ്ക് യു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഒരു മലയാളി യൂണിവേഴ്സിറ്റിയുടെ റപ്പിനെ കിട്ടിയപ്പോൾ. എനിക്ക് കുറേ കാര്യങ്ങൾ, നമ്മളിപ്പോൾ ഇംഗ്ലീഷിലാണ് നമ്മൾ സംസാരിക്കുക, പക്ഷെ നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടത്തില്ലല്ലോ. കാരണം നമ്മൾ കേരളത്തിൽ മലപ്പുറത്ത് സ്കൂളിൽ പഠിച്ചൊരു കുട്ടിയാണ്, അതിൻ്റേതായിട്ടുള്ള പിന്നെ പുറത്തൊന്നും ഇല്ലല്ലോ. അത് എല്ലാ മലയാളികൾക്കും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഒരു പീരീഡ് വരെ. അല്ല, ഒരു പീരീഡ് എപ്പോഴും ഉണ്ട്. യെസ് അപ്പോൾ ഒരു മലയാളി കിട്ടിയപ്പോൾ ഞാൻ എക്സൈറ്റഡ്, കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ വളരെ സന്തോഷം എൻ്റെ എല്ലാ ഭ്രാന്തിനും കൂടെ നിന്നതിന്. പക്ഷേ താങ്ക് യു സോ മച്ച് എന്നെ വിളിച്ചതിന്. ആൻഡ് ഈ ഭയങ്കര നല്ലൊരു കോൺവെർസേഷനും ആണ്. സ്റ്റുഡൻസ് അറിയണം. അതെ, ഇത് കുറേ കാര്യങ്ങൾ നമ്മളെ ഈ രീതിയിൽ കേട്ടാൽ മനസ്സിലാവുന്ന സ്റ്റുഡൻസ്, കുറേ ഇന്റലക്ച്വൽ അല്ല, നമ്മൾ കറക്റ്റ് പറഞ്ഞു സംസാരിക്കുന്ന രീതിയിൽ അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനിയിപ്പോൾ അടുത്ത മീറ്റിങ്ങിന് പോലെ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഒരു മണിക്കൂർ ചോദിച്ചാൽ ആരും തരാറില്ല, കാരണം ഹെക്റ്റിക് ആവും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഒരു ദിവസം നേരത്തെ അവരെ കൊടുന്ന് നമ്മൾ ഒന്ന് ടേക്ക് കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസിബിൾ ആവും. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ആൻഡ് താങ്ക് യു ഫോർ ദ ഹോൾ തിങ് ആൻഡ് ദ കോൺവെർസേഷൻ. പക്ഷെ നല്ല വീഡിയോ ആവും. ബൈ.